ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, ഇന്ന് ജൂൺ മാസം 27-ാം തീയതിയാണ്. അപ്പം ജൂൺ മാസം 28-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. ഒന്നാമത്തെ സിനിമ രണ്ടാം നാൾ എന്ന് പറഞ്ഞൊരു മലയാള സിനിമയാണ്. സീനത്ത് സംവിധാനം ചെയ്ത് നായികയായ സീനത്ത് കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു രണ്ടാം നാൾ എന്ന് പറഞ്ഞ സിനിമ. യൂട്യൂബിൽ ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അടുത്തത് ഇന്ന് തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയായിരുന്നു കൽക്കി 2898 AD എന്ന് പറഞ്ഞ സിനിമ. പ്രഭാസ്, അമിതാഭ് ബച്ചൻ, ദീപിക പദുക്കോൺ, കമലഹാസൻ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. തിയേറ്ററിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്നതാണ്. നല്ല പ്രേക്ഷക പ്രതികരണമാണ്. നല്ല പോസിറ്റീവ് റിവ്യൂസും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഞാൻ സിനിമ കണ്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാണാത്തതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് ആര് സ്വന്തമാക്കി എന്നുള്ളതാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. സിനിമ പേരെഴുതി കാണിക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നുണ്ട്. ആമസോൺ പ്രൈം ആണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ആമസോൺ പ്രൈം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സിനിമയുടെ OTT റിലീസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട, തിയേറ്ററിൽ പോയി തന്നെ കാണാൻ ശ്രമിക്കുക ഈ ഒരു സിനിമ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു സീരീസ് ആണ്. നാഗേന്ദ്രൻസ് ഹണിമൂൺസ് ആണ് സീരീസിന്റെ പേര് വരുന്നത്. മലയാളം സീരീസ് ആണ്. സുരാജ് വെഞ്ഞാറമൂട് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു സീരീസ് ആണ്. ഈ സീരീസിന്റെ ട്രെയിലർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. Disney+ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അപ്പോൾ ട്രെയിലറിൽ സീരീസിന്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ പിന്നെ അനൗൺസ് ചെയ്യുന്ന പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ കമ്മിങ് സൂൺ തന്നെയാണ് അവർ ട്രെയിലറിൽ കൊടുത്തിട്ടുള്ളത്. എന്തായാലും ജൂലൈ മാസത്തിൽ ഈ ഒരു സീരീസിന്റെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അടുത്തത് മന്ദാകിനി എന്ന് പറഞ്ഞ മലയാള സിനിമയുടെ ഒരു അപ്ഡേറ്റ് ആണ്. ഈ ഒരു സിനിമ ഏത് OTT പ്ലാറ്റ്ഫോമുള്ള പലരും ചോദിക്കാറുണ്ടായിരുന്നു. ആമസോൺ പ്രൈമും അതുപോലെ തന്നെ മനോരമ മാക്സും ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. മനോരമ മാക്സിന്റെ ഭാഗത്തു നിന്ന് ഒരു കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും അടുത്ത മാസം ജൂലൈ മാസത്തിൽ ഈ ഒരു സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം പിന്നെ ഇത്രയും അപ്ഡേറ്റുകളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളായിട്ടുള്ളത്. ഇനി നമുക്ക് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ ഒരു സിനിമയാണ് പഠിക്കാതെ പക്കങ്ങൾ എന്ന് പറഞ്ഞൊരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ഒരു തമിഴ് മൂവിയാണ്. ടെൻഡികോട്ട OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. എ ഫാമിലി അഫെയർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴി ഈ ഒരു സിനിമ നാളെ ഉച്ചയോടുകൂടി ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാകുക. അടുത്തൊരു ആനിമേഷൻ സയൻസ് ഫിക്ഷൻ ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ്. വോണ്ടില എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. Apple TV+ വഴിയാണ് ഈ ഒരു സീരീസ് നാളെ ഉച്ചയോടുകൂടി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്തത് നമ്മുടെ വിജയ് ദേവരയുടെ പ്രധാന വേഷം കൈകാര്യം ഒരു തെലുങ്ക് സിനിമയായിരുന്നു ഫാമിലി സ്റ്റാർ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ ഹിന്ദി ഡബ്ഡ് വേഷൻ ജിയോ സിനിമ വഴി ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഫഹദ് ഫാസിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്ത മലയാളത്തിലെ ഏറ്റവും മികച്ച വിജയം നേടിയ സിനിമയായിരുന്നു ആവേശം എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ ഹിന്ദി ഡബ്ഡ് വേഷൻ ഇന്ന് രാത്രി 12 ശേഷം Disney+ ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് സന്താനം പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഇങ്കെ നാന്താൻ കിങ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈം വഴി ഈ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. റിലീസ് ചെയ്യുന്ന സമയത്ത് തമിഴ് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അടുത്തത് ഒരു കൊറിയൻ ക്രൈം ത്രില്ലർ മൂവിയാണ്. തമിഴ് ഡബ്ഡ് വേർഷനാണ് ഈ സിനിമയുടെ വരാൻ പോകുന്നത്. കുറെ മുമ്പേ തന്നെ റിലീസ് ചെയ്ത സിനിമയാണ് ഈ ഒരു സിനിമ. ഐ സോ ദ ഡെവിൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു കിടിലൻ മൂവിയാണ്. ജൂൺ മാസം 28-ാം തീയതി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ ഒരു സിനിമ ആഹാ തമിഴ് വഴി തമിഴ് ഡബ്ഡ് വേർഷൻ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തൊരു ഹിന്ദി മൂവിയാണ്. ശർമാജി കി ബേട്ടി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ഫാമിലി കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ ഹിന്ദി ഭാഷയിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട ഒരു തെലുങ്ക് മൂവിയാണ്. ബജയ് വായുവേഗം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴി ഒരു സിനിമ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു സ്പാനിഷ് ക്രൈം മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ഒരു സിനിമയാണ്. സ്പാനിഷ് മൂവിയാണ്. സമ്മർ ഇൻ റെഡ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സ്പാനിഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസ് വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ്. സിവിൽ വാർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു ഹിന്ദി മൂവിയാണ്. ഡയറക്റ്റ് OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമയാണ്. നവാസുദ്ദീൻ സിദ്ദിഖി പ്രധാന വേഷം കൈകാര്യം സിനിമയാണ്. ഒരു ഡ്രാമ ക്രൈം കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. റോട്ടക്കി ബെല്ലി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. C5 വഴി ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. ഹിന്ദി ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവും എന്നുള്ള അറിയാൻ കഴിയുന്നത്. അടുത്തൊരു മലയാള സിനിമയാണ്. നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട്, ധ്യാൻ ശ്രീനിവാസൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഹിഗ്വിറ്റ എന്ന് പറഞ്ഞ സിനിമയാണ്. ത്രില്ലർ മൂവിയാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ OTT സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം സ്വന്തമാക്കിയിരിക്കുന്നത്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിൽ ഈ സിനിമ നാളെ വൈകിട്ട് 6 മണിയോടുകൂടി
റിലീസ് ചെയ്യുന്നതാണ്. അതായത് 28-ാം തീയതി വൈകിട്ട് 6 മണിയോടുകൂടി റിലീസ് ചെയ്യുന്നതായിട്ടാണ് അപ്ഡേറ്റുകൾ വന്നിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ഒരു സിനിമയുടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഗരുഡൻ എന്ന് പറഞ്ഞ തമിഴ് സിനിമയുടെ അപ്ഡേറ്റ്. ഉണ്ണിമുകുന്ദൻ, സൂരി, ശശികുമാർ എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത് വെട്ടുമാരെ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു. ഒരു കിട്ടുള്ള മൂവിയാണ്. സിനിമ കണ്ട് റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമയുടെ OTT റിലീസ് തയ്യാറെടുക്കുന്നത്. തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് നാളെ, അതായത് 28-ാം തീയതി റിലീസ് ചെയ്യാനുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തമിഴ് മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് 28-ാം തീയതി റിലീസ് ചെയ്യുന്നുള്ളത്. പക്ഷേ പിന്നെ ആമസോണിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല. അവർ സാധാരണ അപ്ഡേറ്റുകളൊന്നും പുറത്തിറക്കാറില്ല. അപ്പോൾ നാളെ എന്തായാലും ഇന്ന് രാത്രി 12 ശേഷം എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വന്നിട്ടില്ലെങ്കിൽ ജൂലൈ മാസം 3-ാം തീയതി സിനിമ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ അപ്ഡേറ്റുകളായിട്ടുള്ളത്, ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ ലിസ്റ്റിലേതൊക്കെ സിനിമകൾക്ക് സീരീസുകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.